ഹലോ ഫ്രണ്ട്സ്, വണ്ടി മാരുതി സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ഡീസലാണ്, 2012 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഹെവി നോയ്സ് ആണ്. സസ്പെൻഷൻ നോയ്സ് മാത്രമല്ല, വണ്ടി നമ്മളിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഇങ്ങനെ പാളിപ്പാളിയിട്ടാണ് പോകുന്നത്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റണ്ണിങ് അല്ല വരുന്നത്. വണ്ടി എന്താ പറയുക, നമ്മൾ കയ്യിൽ നിൽക്കാത്തത് പോലെ, അലൈൻമെന്റ് ഒന്നും കിട്ടാത്തത് പോലെ ഇങ്ങനെ പാളിപ്പാളിയിട്ടാണ് വണ്ടി പോകുന്നത്. എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്സിഡന്റ് ആയ വണ്ടിയാണ്. നമ്മുടെ കസ്റ്റമറുടെ വണ്ടിയാണ്. പക്ഷെങ്കിൽ ഇത് തേനി വെച്ചിട്ട് വണ്ടി ആക്സിഡന്റ് ആയി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഡിവൈഡറിൽ കയറിയിട്ട് റൈറ്റ് സൈഡിലെ സസ്പെൻഷനും റൈറ്റ് സൈഡ് കംപ്ലീറ്റ് പോയി. ഫെൻഡർ, ഡോറ്, അതുപോലെയുള്ള ഈ സൈഡ് റൈറ്റ് സൈഡുള്ള കംപ്ലീറ്റും പോയിട്ട് അവിടെ തന്നെ വിട്ട് ശരിയാക്കിയിട്ട് വന്ന വണ്ടിയാണിത്. ആ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ കംപ്ലൈന്റ് കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കറക്റ്റായിട്ട് റൺ ആയിക്കൊണ്ടിരുന്ന വണ്ടിയാണ്, നമ്മൾ സർവീസ് ചെയ്യുന്ന വണ്ടി തന്നെയാണിത്. അപ്പൊ ഞാൻ എന്തൊക്കെ ഫോൾട്ട് വന്നിരിക്കണം എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അണ്ടർ ബോഡിയിൽ അവരെന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇപ്പൊ വണ്ടി എടുത്തിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ തന്നെ ഈ കാളവണ്ടി പോകുന്ന പോലെ കറന്നാണ് സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, വണ്ടി റണ്ണിങ്ങിൽ ഒട്ടും സ്റ്റേബിൾ അല്ല. വണ്ടി ഇങ്ങനെ ചാടി എങ്ങനെ തന്നെ അവർ ഓടിച്ചിട്ട് വന്നാന്നുള്ളത് അറിയില്ല. പക്ഷെ നല്ലൊരു എമൗണ്ട് ബില്ലും ആയിട്ടുണ്ട്. അതിനിപ്പോ എന്ത് ശ്രദ്ധിക്കാതെ ചെയ്തിട്ടാണോ ഇനി എന്താന്നുള്ളത് അറിയില്ല അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ അണ്ടർ ബോഡി ഞാൻ കാണിച്ചു തരാം എന്താ കംപ്ലൈന്റ്, എന്താ സംഭവിച്ചിരിക്കണെന്നുള്ളത്. ഇതിപ്പോ നമ്മൾ പൊക്കി നോക്കുമ്പോൾ ഇതിന്റെ ലോവർ റാം ഒന്ന് ഷേക്കിനെ, ലോവർ റാം ക്രോസ് പൊട്ടിയിട്ട് ഫ്രണ്ടേജ് ഇടിച്ചതാണ്. ഇത് ലെഫ്റ്റ് സൈഡ് ഇടിച്ചിട്ട് റൈറ്റ് സൈഡ് ഇടിച്ചിട്ട് ഈ ഭാഗം കംപ്ലീറ്റ് പോയതാണ്. അവരെല്ലാം ആ സാധനം തന്നെ, നമ്മൾ ഇടിച്ച സാധനം തന്നെ ഇട്ട് ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ അത്രയും ഷേക്ക് വരുന്ന. വീലൊന്ന് ഷേക്ക്. കണ്ടില്ലേ, ഇത്രത്തോളം ഷെയ്ക്കാണ് ആ വീല്. ഇങ്ങനെയാണ് മറ്റേ റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ആഞ്ഞ് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അടിയിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രത്തോളം ഷെയ്ക്കാണ് അതിനകത്ത് വരുന്നത്. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൊട്ടി വന്നതിന് ശേഷം ഒരു ചെറിയൊരു കമ്പി വെച്ചിട്ട് വെൽഡ് ചെയ്തിരിക്കുകയാണ്. എത്രത്തോളം ഉണ്ടെന്ന് നോക്കി, ഇത് ഒരു ചെറിയൊരു കമ്പി വെച്ചിട്ട് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുക അങ്ങോട്ട് വരാതിരിക്കാൻ. എന്നിട്ടാണെങ്കിൽ ഈ ബോൾട്ട് അത്രയ്ക്കും ടൈറ്റും അല്ല ഇതിനകത്ത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് കംപ്ലീറ്റ് മാറേണ്ട ഒരു അവസ്ഥയിൽ വെറുതെ അങ്ങ് ഒപ്പിച്ച് വെച്ചിരിക്കുക എന്ന് വെച്ചാൽ വണ്ടി ഉരുളേണ്ട ഒരു കണ്ടീഷൻ, അത്രേ ഉള്ളൂ. ഇതൊക്കെ കെയർ ചെയ്യേണ്ട കാര്യമാണ്. എന്താ വെച്ചാൽ, ഈ ലോവർ ആമിലാണ് ടയർ ഫുള്ളായിട്ട് നിൽക്കുന്നത്. ഈ ലോവർ ആം എങ്ങാനും വിട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയറിൻ്റെ പാട്ടിന് പോകും. പിന്നെ വണ്ടി അപ്സെറ്റ് ആവും. അപ്സെറ്റ് ആകുന്ന പറഞ്ഞാൽ മറിയാൻ തന്നെ ചാൻസ് കൂടുതലാണ് അതിനകത്ത്. ഇതിപ്പോൾ വണ്ടി പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയും കൂടെ ആയിട്ടില്ല. നേരെ അവിടുത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് വേറെ പുറത്താണ് ചെയ്തത്. പുറത്ത് കൊടുത്തിട്ട് തേനിയിൽ അവിടെ വെച്ചിട്ടാണ് വണ്ടി ആക്സിഡൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ലോക്കൽ വർക്ക്ഷോപ്പിൽ ഇട്ടിട്ടാണ് പണിതിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്ത് നേരെ കൊണ്ടുവന്നത് ഇവിടെ വർക്ക്ഷോപ്പിലേക്കാണ്, നമ്മുടെ വർക്ക്ഷോപ്പിലേക്കാണ് കൊണ്ടുവന്ന് നോക്കുമ്പോൾ അടിവശം കാണുമ്പോൾ ഇത് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, കംപ്ലീറ്റ് ഒരു കെയർലെസ്, എന്താ പറയുക, ശ്രദ്ധക്കുറവെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ കാണാത്ത കാര്യം എന്തെങ്കിലും ഫോൾട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയത്, ഒരു ചെറിയൊരു കമ്പി, എന്താ പറയുക, വെൽഡിങ് കമ്പി വെച്ചിട്ട് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സാധനം. ശരിക്കും ക്രോസ് മാറണം. ക്രോസ്, ലോവർ ആം, അതുപോലെ തന്നെ ഡ്രൈവ് ഷാഫ്റ്റ് ഇരിക്കുന്നു നോക്കി, അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ് മാറണം, ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് മാറണം, ക്രോസ് മാറണം, അതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ റാക്ക് മാറണം. ഇത്രയും സാധനം ഇതിനകത്ത് മാറിയാൽ തന്നെ വണ്ടി പക്ക ആവുള്ളൂ. അല്ലാത്ത പക്ഷം വണ്ടി ഒരു സേഫ്റ്റി ഇല്ല വണ്ടി ഓടിക്കുന്നതിൽ. അതുപോലെ ഇവിടുത്തെ ബോൾട്ടൊക്കെ എക്സ്ട്രാ ബോൾട്ടൊക്കെ ഇട്ടിട്ടാണ് കയറ്റിയിരിക്കുന്നത്. എന്താണെന്നറിയില്ല, ഇനിയിപ്പോൾ ബോൾട്ടിൻ്റെ ഹൈറ്റ് കൂടിയിട്ടാണോ ഇനി ത്രെഡ് പിടിക്കാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല. ഒരു നെട്ടൊക്കെ വെച്ചിട്ടാണ് ഇത് കയറ്റി വെച്ചിരിക്കുന്നത്. ഈ സൈഡാണ് ഇമ്പാക്റ്റ് ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് യൂസർ എടുത്തിട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്, ലോവർ ആം. മനസ്സിലായില്ല. എന്തായാലും ഇവിടെ എത്രത്തോളം പോകണമെന്നുണ്ടെങ്കിൽ ഈ ലോവർ ആം അടിച്ച് പുറത്ത് പോകണം. പുറത്ത് പോയാൽ മാത്രമേ ഇത് പൊട്ടി ഇങ്ങ് പുറത്ത് വരുള്ളൂ. ആ ഒരു അവസ്ഥയിൽ ഈ ലോവർ ആം എന്തായാലും ബെൻഡായിട്ടുണ്ടാവും. ഇത് യൂസർ എടുത്തിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇത്രയും കെയർലെസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് എന്ത് സംഭവിക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓടിക്കുമ്പോൾ ഒരു കട്ടറൊന്ന് ചാടിയാൽ മതി, ഈ ടയറിലേക്ക് ഒരു ഇമ്പാക്റ്റ് കിട്ടിയാൽ മതി, ഇതങ്ങ് പുറത്ത് തള്ളി അങ്ങ് പുറത്തേക്ക് പോകും. ലോവർ ആം അങ്ങ് പുറത്ത് വരും. പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി എന്തായാലും അപ്സെറ്റ് ആവും, മറിയും അത്. അപ്പോൾ എന്തായാലും നമുക്കിതിപ്പോൾ എന്തായാലും നീറ്റാക്കി കൊടുക്കാം. അതിൻ്റെ നമ്മൾ ഫ്രണ്ട് ക്രോസ്, സ്റ്റിയറിംഗ് റാക്ക് അസംബ്ലി, അതുപോലെ ഡ്രൈവ് ഷാഫ്റ്റ്, ഇൻ്റർമീഡിയറ്റ്, ലോവർ ആം, ഇത്രയും സാധനം നമുക്ക് മാറ്റി വണ്ടി ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. നമ്മളിപ്പോൾ സ്വിഫ്റ്റിൻ്റെ ക്രോസ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലിപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ളത് ക്രോസ് സബ് ഫ്രെയിം മാറണം, അതുപോലെ ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റ് മാറണം, പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് റാക്ക് അസംബ്ലി മാറണം.
പിന്നെ ഇതിൽ കട്ട് ബുഷ് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. ആ കട്ട് ബുഷ് നമുക്കൊന്ന് മാറ്റി നോക്കാം. ടൈറ്റ് ഉണ്ട്, എന്നാലും അഴിച്ച അവസ്ഥയ്ക്ക് നമുക്ക് മാറ്റാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രോസ് മെമ്പർ അഴിക്കാതെ മാറ്റാൻ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് കൈയോടെ ഇതിൽ മാറ്റിവിടാം. പിന്നെ ഇത് കണ്ടില്ല, ഇത് ലോവർ ആം പൊട്ടിയിട്ട് ഈ അലൈൻമെൻറ്റ് കംപ്ലീറ്റും നിൽക്കുന്നതേ ഇതിനകത്താണ്. എന്നിട്ട് ഈ ആം പൊട്ടി യൂസറാണ് ഈ ആം ഇട്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ വെൽഡടിച്ചിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് താത്തുമ്പോഴാണ് ഈ കാര്യം അറിയണത്, മനസ്സിലായില്ലേ? ഇത് മൊത്തം വെൽഡടിച്ചിട്ടിട്ട് ഇത് ബോൾട്ടൊന്നും സ്ലിപ്പാണ് അത് ഉള്ളിൽ. നെട്ടും ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കേണ്ട. ഉള്ളിലൊരു നെറ്റാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഇവിടുത്തെ ത്രെഡ് പോയിട്ട് ഇവിടുത്തെ കംപ്ലീറ്റും പോയിട്ട് അവർ വെൽഡ് അടിച്ചിട്ട് അവിടെ ഉള്ളിലൊരു നെറ്റ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ? ഇതൊരിക്കലും നിൽക്കില്ല. ഇത് നിൽക്കില്ല എന്ന് മാത്രമല്ല, അലൈൻമെൻറ്റ് നിൽക്കുന്നത് ഇതിനകത്താണ്. ഇതിൽ വേറെ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാമറ കാസ്റ്റർ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ലോവർ ആമിലാണ്. ഈ കണ്ടീഷനിലാകുമ്പോൾ ലോവർ ആം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. അത് ബുദ്ധിമുട്ടാണ് നിൽക്കാനായിട്ട്. അത് മാത്രമല്ല, ഇവിടെ നിന്ന് തള്ളിപ്പോകാൻ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു ചെറിയൊരു കമ്പി വെച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും പോട്ടെ. ഒരു ചുറ്റി കൊണ്ട് വെറുതെ ഒരു മൈനസ് കൊണ്ട് ഒരു തിക്ക് തിക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്കിനിയിപ്പോൾ ചെയ്യുന്ന ഭാഗം വൃത്തിയായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ റാക്കും സബ് ഫ്രെയിം എല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് സബ് ഫ്രെയിം വരുന്നത്. അല്ലേ, മാരുതിയുടെ ജെന്യൂൻ പാർട്സ് തന്നെയാണ്. ഇന്റർമീഡിയറ്റ് ഷാഫ്റ്റിലേക്ക് വലുതായിട്ട് അടി വന്നിട്ടില്ല, ഡാമേജ് ഇല്ല, ബെയറിങ്ങും വലിയ കംപ്ലൈൻറ്റ് ഇല്ല. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ മാറുന്നുള്ളൂ. എന്തായാലും സാധനം വരുത്തി വെച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേങ്കിൽ ഈ ഇന്റർമീഡിയറ്റ് ഷാഫ്റ്റ് മാത്രം നോക്കിയിട്ട് ഞാൻ മാറുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വലിയ അടി വരില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഹബിൽ യൂണിവേഴ്സൽ ആയതുകൊണ്ട് ഇതിലേക്ക് അവിടെ തട്ടിയാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ഐറ്റം ആയതുകൊണ്ട് ഇതിനുള്ള ബോളാണ് വരുന്നത്, 3 ബോൾ, ഒരു റിങ് പോലത്തെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻ്റ് ഉള്ളത് കൊണ്ട് ഈ ഷാഫ്റ്റിലേക്ക് അധികം അടി വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് നോക്കിയിട്ടേ ഞാൻ മാറുള്ളൂ, ഇൻ്റർമീഡിയറ്റ് നോക്കിയിട്ടേ മാറുന്നുള്ളൂ. ബാക്കി ഡ്രൈവ് ഷാഫ്റ്റും ക്രോസും റാക്കും ലോവർ ആമും ഇത്രയും സാധനങ്ങൾ കമ്പൽസറി നമുക്കത് മാറ്റിവിടാം. നമ്മളിപ്പോൾ ഇത് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് സോണയല്ല കേട്ടോ, സോറി, റാണിയുടെയാണ്, കമ്പനീൻ്റെയാണ് വരുന്നത്. റാണിയും സോണയൊക്കെയാണ്, ഈ 2 മേക്ക് തന്നെയാണ് ഇതിനകത്ത് വരുള്ളൂ, റാണിയുടെയും സോണയുടെയും. ഇത് റാണി എന്ന് പറയുന്ന മേക്കാണ് വന്നിരിക്കുന്നത്, റാക്ക് അസംബ്ലി. അതുപോലെ തന്നെ ഇത് സബ് ഫ്രെയിം. എന്തായാലും ഇനി നമുക്ക് ഇതിലേക്ക് റാക്കും അതിൻ്റെ ബാലൻസ് റോഡ് അങ്ങനെ എല്ലാ സാധനവും ഇതിനകത്ത് ഫിറ്റ് ചെയ്യണം. എല്ലാം നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്രോസ് അസംബ്ലി സബ് ഫ്രെയിം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ലോവർ ആം സെറ്റ് ചെയ്തിട്ടുണ്ട്, റാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കട്ട് ബുഷും 2 നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഞാൻ പഴയ തന്നെ ഇട്ടിരിക്കുന്നത്, അതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ പഴയ തന്നെ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് ഡ്രൈവ് ഷാഫ്റ്റും കൂടെ നമുക്ക് കയറ്റാം. ഇതിപ്പോൾ എന്തായാലും വണ്ടിക്കകത്ത് കയറ്റാം. അപ്പോൾ നമ്മുടെ സസ്പെൻഷൻ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റിയറിംഗ് റാക്കും അതുപോലെ ക്രോസ് മെമ്പറും ലോവർ ആമും ഡ്രൈവ് ഷാഫ്റ്റ് എല്ലാം മാറ്റി സെറ്റാക്കുന്നത്. എല്ലാം ജെന്യൂൻ പാർട്സ് തന്നെയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കൊന്ന് വീലിട്ടിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം. ഇനി ഏപ്രോണൊക്കെ ഇവിടെ പൊട്ടിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും പെയിൻറ്റും അടിച്ചിട്ടില്ല, ഒന്നും അടിച്ചിട്ടില്ല, അങ്ങനെ വിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് തുരുമ്പായിട്ട് വീണ്ടും ഇതേ കണ്ടീഷൻ പൊട്ടിപ്പോകാൻ ചാൻസ് 100% കൂടുതലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊന്ന് പ്രൈമർ ഒന്ന് അടിച്ചിട്ട് വേണം വണ്ടി കൊടുക്കാനായിട്ട്, ഡെലിവറി ചെയ്യാനായിട്ട്. ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് ചെയ്യും, തുരുമ്പ് പിടിക്കാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്കിതൊന്ന് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് ഓക്കെ ആണോ, ഇനി സൈഡ് വലിവ് ഉണ്ടോ, പുള്ളിങ് ഉണ്ടോ എന്നുള്ളതെല്ലാം ഒന്ന് നോക്കാം അതിനകത്ത്. അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കട്ട് റോട്ടിൽ ഓടിച്ചതിപ്പോൾ മെയിൻ റോട്ടിൽ ഓടിച്ച് നോക്കുകയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കുറച്ച് ലെഫ്റ്റാണ് ഇരിക്കുന്നത്, റൈറ്റ് ചെറുതായിട്ട്. അത് നമുക്ക് മില്ലിങ് തിരിച്ചിടേണ്ട ആവശ്യം വരില്ല, നമുക്ക് അലൈൻമെൻറ്റിൽ തന്നെ കറക്റ്റ് റെഡിയാവും. അലൈൻമെൻറ്റ് മാത്രം ഒന്ന് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാക്കും എല്ലാം പുതിയത് മാറിയത് കൊണ്ട് അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരിക്കില്ല. വരുന്ന റാക്ക് സെൻട്രൽ പോർഷനിലാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ചെറിയൊരു അലൈൻമെൻറ്റിൽ റാക്കിന് ചെറിയൊരു പൊസിഷൻ വ്യത്യാസം വരും. അതുകൊണ്ട് അലൈൻമെൻറ്റ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആവുകയുള്ളൂ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് നമ്മൾ ഈ കട്ട് റൂട്ടിൽ പോകുമ്പോഴും അതുപോലെ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ഹെവി നോയ്സാണ്, കറക്കുന്നുള്ള നോയ്സും അതുപോലെ ഫ്രണ്ടും ബാക്കും നല്ല ഇടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ലോവർ ആം ഞാൻ കാണിച്ചു തന്നില്ലേ, അത്രയും പൊട്ടിയിട്ട് ക്രോസ് പൊട്ടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വന്ന കംപ്ലൈൻ്റ് ആണ് അത്. അതൊക്കെ ഹെവി ആയിട്ടൊരു കുഴി ചാടിയാൽ തന്നെ നേരെ പുറത്ത് ചാടി പോകും. അത്രയും എന്താ പറയുക, അങ്ങനെയാണ് അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ആ ഇട്ട ബോൾട്ടുകൾ ഒന്നും ടൈറ്റ് അല്ല, ഒക്കെ ലൂസായിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒന്ന് റീചെക്ക് ചെയ്ത് അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുക, സസ്പെൻഷൻ വർക്കും കാര്യങ്ങളൊക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ജീവൻ ഓടുന്ന വണ്ടിയാണ് ഇത് എന്താ പറയുക, കാറെന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വാഹനം എന്ന് പറയുന്ന ഒരു ടോയ് അല്ല.
നമ്മൾ കളിക്കുന്ന സാധനം ഉരുട്ടി കളിക്കുന്ന പോലുള്ള ടോയ് അല്ല. അത് മനസ്സിലാക്കണം ആരാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും. എൻ്റെ കയ്യിൽ നിന്നും അബദ്ധം വരാം, പക്ഷെ എങ്കിൽ കെയർ ചെയ്യുക അത്ര തന്നെ. എന്താ പറയുക, നമ്മൾ കെയർലെസ് ആയിട്ട് വർക്ക് ചെയ്യാതെ കെയർ ചെയ്ത് വർക്ക് ചെയ്തിട്ട് ചില മിസ്റ്റേക്കുകൾ എന്തെങ്കിലും വരും. അതിപ്പോൾ എല്ലാവരും പെർഫെക്റ്റ്ലി ആവണമെന്നില്ല. പക്ഷെ എങ്കിൽ ഇതിലിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ പറയുക, ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിലൊക്കെ 4 ജീവൻ പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഓടിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അപ്സെറ്റ് ആകുക, പിടിക്കുക, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത്രയും കെയർ ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനാണെങ്കിലും ശരി, ഒരു നെറ്റ് ഇടുകയാണെങ്കിലും ഒരു ബോൾട്ട് ഇടുകയാണെങ്കിലും ഏതാണെന്നുണ്ടെങ്കിൽ ഒരു 10ന്റെ ബോൾട്ട് തന്നെയാണെന്നുണ്ടെങ്കിലും അതിന് അത്രയും വാല്യൂ വണ്ടിക്കകത്ത് ഉണ്ടാവുക. ആ ഒരു ബോൾട്ടിന്റെ വാല്യൂ ഉണ്ട്. ആ ബോൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കും അത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കെയർ ചെയ്ത് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തിട്ട് ഒന്ന് റീചെക്ക് ചെയ്ത് കൺഫേം നമ്മൾ ഓടിച്ച് നോക്കണം. എന്താണെന്ന് വെച്ചാൽ വണ്ടി വർക്ക് കഴിഞ്ഞിട്ട് ഒരു 40, 100, 120 നമ്മൾ ഓടിച്ച് നോക്കണം. എന്താണെന്ന് വെച്ചാൽ ചെയ്ത മെക്കാനിക്ക് അല്ലാന്നുണ്ടെങ്കിൽ അതിൽ സൂപ്പർവൈസർ ഓടിച്ച് ഫിനിഷ് ആക്കിയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ അറിയണം. അത് മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ വർക്ക് കഴിഞ്ഞു, ഫിനിഷായി, നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്തു, ഉടനെ കസ്റ്റമർ വന്ന് ഡെലിവറി ചെയ്തു, അതിൽ ഒരർത്ഥമില്ല. അത് ഒട്ടും ശരിയുമല്ല, ശരിയാവൂല വർക്ക്. എന്ത് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇതിപ്പോൾ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത അവിടെ വർക്ക്ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ കിട്ടാവുന്ന സൗണ്ടേ ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആ നെട്ടും ബോൾട്ട് ഒന്ന് പിടിച്ചു നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിഷ്വൽ ഒന്ന് നോക്കുക. ഇതിപ്പോൾ എന്തോ എങ്ങനെ ചെയ്ത് ഏത് ചെയ്തെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ അവരിനെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്, വേറൊന്നുമല്ല. കണ്ടല്ലോ, ആ ഒരു ചെറിയൊരു കമ്പി വെച്ചിട്ടാണ് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടാൻ എത്ര സമയമാണ്? ഒരു ചെറിയൊരു കണക്ടർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മൈനസ് വെച്ചിട്ടാണെങ്കിൽ ഒന്ന് തിക്കി കഴിഞ്ഞാൽ പൊട്ടാവുന്ന സാധനമാണ് അത്. അതാണ് ഇപ്പോൾ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യാൻ. ഇവിടെ തേനിന്ന് വന്നതാണ്, തേനിന്ന് പാലക്കാട്. എൻ്റെ വർക്ക്ഷോപ്പ് പാലക്കാടാണ് ഇരിക്കുന്നത്. തേനിന്ന് പാലക്കാട് നിന്ന് ഇവിടെ വരെ എത്രത്തോളം കിലോമീറ്റർ ഉണ്ട് ഓടാനായിട്ട്. ഏതെങ്കിലും കാര്യമായിട്ടൊരു ഹമ്പിലോ അല്ലെങ്കിൽ ഗട്ടറിലോ ചാടിക്കഴിഞ്ഞാൽ ലോവറാം തള്ളി പോകുന്നു. ലോവറാം തള്ളി വീലങ്ങ് പുറത്ത് പോകും. വീൽ അഴിഞ്ഞു പോയില്ലെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ വണ്ടി അപ്സെറ്റ് ആവും. മനസ്സിലായില്ല? അപ്പോൾ അത് കെയർ ചെയ്ത് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഓരോ പാർട്സും എല്ലാ പാർട്സും ഞാൻ മാറ്റിയിട്ടുണ്ട് അതിനകത്ത്. വേറെ എക്സ്ക്യൂസ് ഒന്നും ഇല്ല. സ്റ്റിയറിംഗ് റാക്ക് ആണെന്നുണ്ടെങ്കിൽ ആ റാക്ക് മാറി, ക്രോസ് സബ് ഫ്രെയിം മാറി, അതുപോലെ ഓവറാം മാറി, ഡ്രൈവ് ഷാഫ്റ്റ് മാറി. ഇന്റർമീഡിയറ്റ് ഷാഫ്റ്റ് മാറിയിട്ടില്ല. ഇന്റർമീഡിയറ്റ് ഷാഫ്റ്റ് കുഴപ്പമില്ല. അതിന് ഏകദേശം 2500 രൂപയോളം റേഞ്ചും വരുന്നുണ്ട് ചാർജ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ മാറിയിട്ടില്ല. ബാക്കി എല്ലാ പാർട്സും ഞാൻ മാറി. ഇപ്പോൾ വണ്ടി ഓക്കെയാണ്. ഇപ്പോൾ ഗ്യാരണ്ടീഡ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ആ ചെയ്ത ഭാഗത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇനി ഉണ്ടാവില്ല. പിന്നീട് എന്തെങ്കിലും പ്രശ്നം വരാം, അത് ഓക്കെ. ഇപ്പോഴത്തേക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും അതിനകത്ത് ഉണ്ടാവില്ല. പക്കയായിട്ട് വിശ്വസിച്ച് വണ്ടി ഓടിക്കും. ഇനിയിപ്പോൾ അലൈൻമെന്റ് മാത്രം ഒന്ന് ഇതിനകത്ത് ചെയ്താൽ മതി, ബാക്കിയൊന്നും കുഴപ്പമില്ല. ഇപ്പം ചിലപ്പോൾ മേ ബി അവിടെ ടിങ്കറിങ്ങും പെയിന്റിങ്ങും മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെ അവിടെ എങ്ങനെയാണോ എന്താണ് വർക്ക്ഷോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ടിങ്കറിങ്ങും പെയിന്റിങ്ങും മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ടിങ്കർ ചെയ്തതായിരിക്കും, മെക്കാനിക്കൽ ആയിരിക്കില്ല ചെയ്തിരിക്കുന്നത്. നമ്മളൊരാളെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, മനസ്സിലായില്ലേ? ചിലപ്പോൾ ടിങ്കർ ആയിരിക്കും ശരി, വണ്ടി റണ്ണിങ് കണ്ടീഷനിൽ ഓടിക്കുന്നത് പോലെ ഓടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാന്നുള്ള രീതിക്ക് ചിലപ്പോൾ ടിങ്കർ തന്നെ ചെയ്തായിരിക്കും. എന്തായാലും ഒരു മെക്കാനിക്ക് ഇതുപോലെ ചെയ്യാൻ സാധ്യത 100% കുറവാണ്. എന്ത് പറ്റിയെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആയിക്കോട്ടെ. ഇപ്പൊ വണ്ടി ഓക്കെയാണ്, പക്കയാണ്. അലൈൻമെന്റ് മാത്രം ഒന്ന് ചെയ്യണം. അത് കസ്റ്റമർ തന്നെ ചെയ്യാന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടേ ഞാൻ വണ്ടി കൈ കൊടുക്കുള്ളൂ. അപ്പൊ കസ്റ്റമർ അലൈൻമെന്റ് ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആളുടെ വീട്. അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ചെയ്തോളാന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യാണ്. അല്ലാന്നുണ്ടെങ്കിൽ അലൈൻമെന്റ് കൂടെ മാത്രം ചെയ്തിട്ട് ഞാൻ വണ്ടി കൊടുക്കുള്ളൂ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.